ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു അറേബ്യൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അറേബ്യൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇനി വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ഞാൻ 2 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. ഈ പാല് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, ഇതിൽ നിന്നും കുറച്ച് പാൽ എടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കസ്റ്റാർഡ് പൗഡർ ഡയറക്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കട്ട പിടിക്കും. അത് കാരണമാണ് ഇങ്ങനെ പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മിക്സ് ചെയ്ത കസ്റ്റാർഡ് പൗഡർ ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കസ്റ്റാർഡ് പൗഡർ പാലിൽ ചേർത്തതിന് ശേഷം ഇതൊരു ലൈറ്റ് തിക്ക് രൂപത്തിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ മിൽക്ക് മെയ്ഡും ചേർക്കുന്നത് കാരണമാണ് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് തിക്ക് രൂപത്തിലായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ലൈറ്റായിട്ട് തിക്ക് രൂപത്തിലായിട്ടുണ്ട്. ഇത്ര ആയാൽ മതി, അധികം തിക്കാവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫ്രഷ് ക്രീമാണ്. ഇവിടെ ഞാൻ 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഈ ഫ്രഷ് ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത് ഈ ഫ്രഷ് ക്രീമിൽ നല്ലോണം ഈ മിൽക്ക് മെയ്ഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു പുഡിംഗ് ട്രേ എടുക്കാം. ഈ പുഡിംഗ് ട്രേയിൽ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഫില്ല് ചെയ്ത് വെക്കാം. 2 ലെയറായിട്ടാണ് ഇവിടെ ഞാൻ ഫില്ല് ചെയ്യുന്നത്. ആദ്യ ലെയറിൽ ഈ ബ്രെഡെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്രഷ് ക്രീമും അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ 2 ലെയറിലും ഇങ്ങനെ ചെയ്യാം. അതിന് ശേഷം രണ്ടാമത്തെ ലെയറിൻ്റെ മേലെ കസ്റ്റാർഡ് പൗഡറും ഫ്രഷ് ക്രീമും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നട്ട്സ് പൊടിച്ചെടുത്തത് അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ബദാമും അണ്ടിപ്പരിപ്പുമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയായിട്ടുള്ള ഒരു അറേബ്യൻ പുഡിങ്ങാണിത്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.